ഇതൊക്കെ ഒരു വ്യക്തിയുടെ ഫാൻസീസ് ആണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ തോന്നലുകൾക്കനുസരിച്ചുള്ള നയമാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടുത്തെ ജിയോ പൊളിറ്റിക്സ് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെയാണ് സാമ്പത്തികമായി വരുന്ന ഇമ്പാക്ട്. ഇവിടെ ഓയിലിന്റെ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. റഷ്യ യുക്രൈൻ ക്രൈസിസ് വന്നപ്പോൾ സ്വാഭാവികമായും ലോകം ഒരു മാന്ദ്യം പ്രതീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആപത്തിനെ അവസരമാക്കുക എന്നൊരു തിയറിയുണ്ട്. ഇന്ത്യ റഷ്യയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കോംപ്രമൈസിന് വെസ്റ്റും അമേരിക്കയും ഒക്കെ പ്രഷർ ചെയ്യുന്നതിനനുസരിച്ചുള്ള ഒരു നീക്കത്തിലേക്ക് പോയില്ല. ഞാൻ ചോദിക്കുന്നത്, അതൊരു പരമ്പരാഗത നിലപാടല്ലേ, ഒരു വ്യക്തിയുടെ നിലപാടാണോ? ഇത് ഒരു രാജ്യത്തിൻ്റെ നിലപാടാണ്. അക്കാര്യത്തിൽ എല്ലാ പാനലിസ്റ്റുകളും എനിക്ക് തോന്നുന്നത് യോജിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഇത് ഇന്ത്യയുടെ ദേശീയ താല്പര്യത്തിൻ്റെ റിഫ്ലക്ഷൻ തന്നെയാണ്. ഉദാഹരണത്തിന് ഇവിടെ സംസാരിച്ച ഓയിൽ ഡിപ്ലോമസിയുടെ കാര്യം നോക്കുക. ഇപ്പോൾ നമ്മൾ വളരെ കുറച്ച് ഓയിൽ മാത്രമേ റഷ്യയിൽ നിന്നും പരമ്പരാഗതമായിട്ട് വാങ്ങിയിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ പോളിസി ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ വാണിജ്യ വ്യാപാര ഇറക്കുമതി നയത്തിൻ്റെ ഭാഗമാണ് ഡൈവേഴ്സിഫൈ ചെയ്യുക. ഒപെക് രാജ്യങ്ങളുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും മോചിതമാകാൻ പരമാവധി ക്രൂഡ് ഓയിൽ വിവിധ ഇടങ്ങളിൽ നിന്നും സോഴ്സ് ചെയ്യുക. ലാറ്റിൻ അമേരിക്കയിലെ വെനസ്വേലയിൽ നിന്ന്, ആഫ്രിക്കയിലെ നൈജീരിയയിൽ നിന്ന്, മധ്യപൗരസ്യ പ്രദേശത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്ന്, അതോടൊപ്പം റഷ്യയിൽ നിന്ന് നമ്മൾ ഈ ക്രൂഡ് ഓയിൽ സോഴ്സ് ചെയ്യുക. അത് വലിയ തോതിൽ സോഴ്സ് ചെയ്യുന്നു. അതിവിടെ കൊണ്ടുവന്നു വൻപൻ റിഫൈനറീസിൽ അത് ശുദ്ധീകരിച്ച് ഫൈനിഷ് പ്രോഡക്റ്റ് ആക്കിയതിനു ശേഷം അത് അന്താരാഷ്ട്ര വിപണികളിൽ എത്തിച്ച് വിദേശ നാണ്യം ശേഖരിക്കുന്നു. അതൊരു നയമാണ്. അവിടെ റഷ്യ ഇന്ത്യ കച്ചവടം റുപ്പി ടേംസിൽ നടത്താനുള്ള അനുമതി ലഭിക്കുമ്പോൾ വളരെ വലിയൊരു വാണിജ്യ പങ്കാളിയായി റഷ്യ വരികയാണ്. അത് റഷ്യ കടുത്ത ഉപരോധം നേരിടുന്നൊരു കാലത്താണ്. അമേരിക്കയുടെ ഉപരോധം, യൂറോപ്യൻ രാജ്യങ്ങളുടെ ഉപരോധം. അപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് റഷ്യ നട്ടം തിരികെയാണ് ഉപരോധങ്ങളിൽ. ആ ഉപരോധങ്ങളിൽപ്പെട്ട് ഉഴലുന്ന റഷ്യ ആ സമയത്തെ ധൈര്യപൂർവ്വം അമേരിക്കയോടുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ റഷ്യയോട് വ്യാപാരം ചെയ്യാൻ ഇന്ത്യ കാണിച്ച മിടുക്ക് ഇന്ത്യയുടെ ദേശീയ താല്പര്യത്തിന് അനുരൂപമായ രീതിയിലാണ്. അതുകൊണ്ടാണ് 2 നേതാക്കളുമായും 2 രാജ്യത്തെ അഡ്മിനിസ്ട്രേഷനുമായും ബന്ധം പുലർത്താൻ നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനത്തിന് കഴിഞ്ഞു. എസ് ജയശങ്കർ, നരേന്ദ്രമോദി, അതുപോലെ ഫോറിൻ പോളിസി എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അതിൽ ഒരു അക്കാഡമിക് ചർച്ച, ഇതൊരു പൊളിറ്റിക്കൽ ഡിബേറ്റേ ആയിരുന്നില്ല. ശശിധരനോട് പറയുന്ന ഒരു കാര്യത്തിൽ നമ്മൾ വിശ്വസിച്ചെങ്കിലേ പറ്റൂ. ഇതൊരു പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് ആയിരുന്നില്ല. ഇതിനകത്ത് എന്തിനും ഏതിനും പറയുന്ന എല്ലാ കാര്യത്തിനും പാർട്ടി പൊളിറ്റിക്സിലൂടെ വിദേശകാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാനോ അഭിപ്രായ രൂപീകരണത്തിനോ നടക്കില്ല. അത് ശശി തരൂരിനെ വിളിച്ച ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നേരത്തെ ശ്രീ ജേക്കബ് ജോർജ് സാർ പറഞ്ഞതുപോലെ ഒരു ലേണഡ് സ്റ്റേറ്റ്സ്മാൻ, അല്ലെങ്കിൽ മുൻകാല നയതന്ത്രജ്ഞർ, ഡിപ്ലോമസിയെ അകത്തളങ്ങളിൽ നിന്ന് കണ്ട ആളുകൾ, അവരുടെ സുചിന്തിതമായ അഭിപ്രായം ആഗോളവേദിയിൽ പങ്കുവെക്കുന്ന വേദിയായിരുന്നു ഈ പറയുന്ന റൈസീന ഡിബേറ്റ്, അല്ലെങ്കിൽ റൈസീന ഡിസ്കഷൻസ്. ഈ ഡിസ്കഷനിൽ തരൂറിനെ പങ്കെടുപ്പിച്ചത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു പെർസ്പെക്റ്റീവ് പറയാൻ വേണ്ടിയാണ്. അത് മോദിക്ക് വേണ്ടി അല്ല പറഞ്ഞിരിക്കുന്നത്, കോൺഗ്രസിന് വേണ്ടി അല്ല പറഞ്ഞിരിക്കുന്നത്. ഭാരതത്തിൻ്റെ ഒരു പെർസ്പെക്റ്റീവ്, ഇന്ത്യയുടെ ഫോറിൻ പോളിസി എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഏറ്റവും തലപ്പത്തുള്ളത് പ്രധാനമന്ത്രി തന്നെയാണ്, വിദേശകാര്യമന്ത്രി അതിൻ്റെ ഒരു മുഖമാണെന്നേ ഉള്ളൂ. അതിൽ തരൂർ പറഞ്ഞതിൽ ആ രീതിയിൽ തെറ്റൊന്നും കാണാനില്ല. അതുമാത്രമല്ല കോൺഗ്രസിൻ്റെ നയങ്ങൾക്ക് എതിരായിരുന്നതുമില്ല. പക്ഷേ ഒരു വാചകം അവിടെ പറഞ്ഞു, നരേന്ദ്രമോദി എന്ന വ്യക്തി 2 പേർക്കും ഒരുപോലെ സ്വീകാര്യനാണ് എന്ന് പറഞ്ഞത് ആ കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ചൂട് പിടിച്ച വൈകാരികമായ ഒരു അന്തരീക്ഷമാണ് കഴിഞ്ഞ 1-2 മാസമായി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ. ആ പശ്ചാത്തലത്തിൽ തരൂരിൻ്റെ എല്ലാ പ്രസ്താവനകളെയും തലനാരിഴക്കേറി പരിശോധിക്കുന്ന തിരക്കിലാണ് മാധ്യമലോകവും, പ്രത്യേകിച്ച് കോൺഗ്രസ് പൊളിറ്റീഷ്യൻസും. അങ്ങനെ നോക്കുമ്പോൾ ഒരു അനവസരത്തിൽ ഒരു പക്ഷേ ആ മോദി എന്ന വാക്ക്, ഇന്ത്യയുടെ നയം എന്ന രീതിയിൽ മാത്രം ആ വാചകങ്ങൾ ഒതുക്കിയിരുന്നുവെങ്കിൽ ഈ വിവാദത്തിൽ അകപ്പെടാതെ തരൂരിൻ്റെ മുഖം രക്ഷിക്കാമായിരുന്നു എന്നാണ് എൻ്റെ ടേക്ക്.